ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഈത്തപ്പഴം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതിനോരോ പഞ്ചസാര ചേർത്താലും മതിയാകും. അപ്പോൾ ഈത്തപ്പഴം എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 4 നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു നേന്ത്രപ്പഴത്തിന് 4 പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കുനുകുനാന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈത്തപ്പഴം ഒരു 15 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുരു കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേ പഴം 4 പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് ഇത് വഴറ്റിയെടുക്കുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വാടിയാൽ പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. ഞാൻ ഇതൊന്ന് ഉടച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കതിങ്ങനെ ഉടയ്ക്കാതെയും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ ഇത് നന്നായിട്ട് ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ഉടച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഈത്തപ്പഴം കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഈത്തപ്പഴം ചേർക്കുന്ന സമയത്ത് ഒരല്പം കുറക്കുക, മീഡിയത്തേക്ക് എത്തണ്ട, എന്നാൽ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഈത്തപ്പഴം കൂടി നന്നായിട്ടൊന്ന് പഴത്തിലേക്ക് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അതിലേക്ക് ഒരല്പം പാലൊഴിച്ചിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തേങ്ങ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നിങ്ങളടുത്ത് ഈത്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാരയും തേങ്ങയും പഴവും മാത്രം മതിയാകും കേട്ടോ. അപ്പം ഞാൻ പഞ്ചസാര ചേർക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഈത്തപ്പഴം ചേർക്കുന്നത്. ഈത്തപ്പഴം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തേങ്ങ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ചൂടാറാൻ വേണ്ടി ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇതൊരു വിരുന്നുകാർ വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാം. പാർട്ടികളിൽ നമുക്ക് വിളമ്പാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാൽ ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. മൈദ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 3 മുട്ടയും 1/2 കപ്പ് പാലും ഒഴിക്കുന്ന സമയത്ത് ഒരു 3/4 കപ്പ് മൈദ കറക്റ്റ് ഭാഗമാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ബാറ്റർ ഒരിക്കലും തിക്കായി പോകരുത്, അത് ശ്രദ്ധിക്കുക. അഥവാ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ദോശമാവിനേലും അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യാക്കിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാവിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. 3 മുട്ട, 1/2 കപ്പ് പാല്, 3/4 കപ്പ് മൈദ, ഈ ഒരു അളവിൽ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വരിക കേട്ടോ. അപ്പം ഇനി തിക്കായിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് തിക്കിൽ റെഡിയാക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതെ, ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് കുക്കായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെയും എന്താ പറയുക ഈത്തപ്പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, നടുക്ക് അങ്ങോട്ട് പോകരുത്.
എന്നിട്ട് ഫില്ലിങ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വെക്കാം. ഫില്ലിങ് ഒരുപാട് കട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മടക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കൂടുതലായിരിക്കും. അപ്പോൾ ഫില്ലിങ് എപ്പോഴും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മൾ ഈ മടക്കിയ ഭാഗം മറ്റേ ഭാഗത്തിലേക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇനി ഈ ഭാഗത്തേക്ക് ഒരല്പം നെയ്യാണ് ഞാനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും ആകത്തക്ക രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് വിട്ടുപോരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഉണ്ടോ ഈ ആദ്യത്തെ ഉണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് കവറാകുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ രണ്ട് എൻഡിലേക്കും മാവാകുന്ന രീതിയിൽ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇപ്പുറത്തേക്ക് തിരിച്ചു കൊടുക്കാം. കണ്ടോ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ സൈഡ് നല്ല ഒട്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മടക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാം. ഒട്ടാത്ത ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോയിക്കോളും. ഇനി ഓരോ ഭാഗവും അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നെയ്യൊന്നും പറ്റൂല എന്നുണ്ടെങ്കിൽ അതിന് വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്പം മാവ് ഇതുപോലെയൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. നമ്മുടെ ഫില്ലിങ് കഴിയുവോളം കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഒരുപാട് കനത്തിൽ അങ്ങോട്ട് തയ്യാറാക്കുന്നതിൽ നല്ലത് കുറച്ച് കനം കുറച്ചൊക്കെ തയ്യാറാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ഫില്ലിങ് വെക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വരാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം പൊങ്ങിപ്പോകും കേട്ടോ. പൊങ്ങി ഇങ്ങനെ ലെവലല്ലാതെ ഇരിക്കും. ഫില്ലിങ് വെച്ചിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനൊരു ഏകദേശം ഒരു 4 ലെയറോളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് രണ്ട് ഭാഗവും നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചൂടോടെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അങ്ങനെ പഴവും പഴവും മുട്ടയും ഈത്തപ്പഴവും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ലെയറായിട്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. ഈത്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓളുന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.